നിലമുണ്ട്, പിന്നെ ഒരു മാരുതി കാറുണ്ട്, 10,000 രൂപ ഡിപ്പോസിറ്റും ഉണ്ട്. 10,001 രൂപ അതെന്തിനാ? ഡിപ്പോസിറ്റും ഉണ്ട്. അതെന്തിനാ? നിനക്ക് ശ്രീധരൻ തരാൻ. എനിക്ക് ശ്രീധരൻ തരാനാ? ആരാ റെഡിയാക്കി വെക്കുന്നേ? അത് എൻ്റെ ഒരു ബന്ധത്തിലുള്ളവരവരാ. അവര് ചോദിച്ചു ഏതെങ്കിലും ചെറുക്കനുണ്ടോന്ന്. ആരാ? എൻ്റെ ഒരു ബന്ധത്തിലുള്ളവരാ. ആരാ നീ? ആരാന്നൊക്കെ ചോദിച്ചാ എൻ്റെ അമ്മയുടെ ഏതോ ഒരു ബന്ധുവാ, അമ്മാമ്മയുടെ ഏതോ ഒരു ബന്ധുവാ. എന്നാ ചോദിച്ചാ? അങ്ങനെ വീട്ടിൽ പോയപ്പോ അമ്മേനോട് ചോദിച്ചു എന്ത് ചോദിച്ചു? ഏതെങ്കിലും ചെറുക്കനുണ്ടോന്ന്. ശ്രീധനം ഉണ്ടെന്നും പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. പെണ്ണിന് ശ്രീധനം ഉണ്ട്? ശ്രീധനം ഉണ്ടെന്ന് പറഞ്ഞൂന്ന്. ശ്രീധനം കൊടുക്കൂന്ന് ചെറുക്കന്. 10,000 രൂപ കൊടുക്കുള്ളൂ. 10,001 രൂപ ബാങ്കിലുണ്ട്, പിന്നെ 7 ഏക്കർ നിലമുണ്ട്, പിന്നെ ഒരു മാരുതി കാറുണ്ട്, സെക്കൻഡ് ഹാൻഡ് ആണ്. പെണ്ണിന് ഇത്രയും സ്വത്ത് കിട്ടും. അപ്പൊ ഒരു ചെറുക്ക. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടായി ഉണ്ടെന്ന് പറഞ്ഞു. എന്റെ പരിചയത്തില് ചേട്ടായിനെ കൊണ്ട് കെട്ടിച്ച് നമുക്ക് അത്രയും കിട്ടുമല്ലോ. ഞാൻ പറഞ്ഞു. ആരോട്? അല്ല, ഞാൻ ചിന്തിച്ചു. ഇന്നലെ പോയപ്പോ നിന്റെ അമ്മ പറഞ്ഞാണോ? അല്ല, ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അല്ല, ഇന്നലെ പോയപ്പോ എന്റെ അമ്മ പറഞ്ഞതാണ്. ഞാൻ ചിന്തിച്ചു, ചേട്ടായി നീ അവളെ കിട്ടുവാണെങ്കിൽ നമുക്ക് അത്രയും സ്വത്ത് കിട്ടും. നീ കെട്ടിയതാണ് പറയണ്ട. ഓക്കെ, ഞാൻ അവളുടെ കൂടെ പോയി ജീവിച്ചു. നീ അവളോടെ പോയി ജീവിക്കാനല്ല ഞാൻ പറഞ്ഞത്, സ്വത്ത് കിട്ടും. കല്യാണം ജീവിക്കാനേ പോണ്ടേ, സ്വത്ത് വാങ്ങാം. എന്റെ 1 ഇയർ കൂടി യൂസ് ചെയ്യാം. അത്രയും സ്വത്ത് നമുക്ക് കിട്ടും. നീ എന്തായാലും ജോലിക്ക് പോണില്ലല്ലോ, നമുക്ക് ജീവിക്കണ്ടേടാ. അതുകൊണ്ട് നീ ആരെങ്കിലൊക്കെ കെട്ടി കിട്ടുന്ന ശ്രീധനം കൊണ്ട് വേണം നമുക്ക് ജീവിക്കാൻ. പോലീസ് പിടിച്ചോണ്ട് പോലല്ലേ. മാക്സിമം നീ പിടി കൊടുക്കാണ്ട് രക്ഷപ്പെടണം. കല്യാണ തട്ടിപ്പ് വീരെന്നും പറഞ്ഞ് ന്യൂസ് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് മാക്സിമം നീ സ്വത്ത് ഉണ്ടാക്കിക്കോണം. അത് കഴിയുമ്പോഴത്തേനും പോലീസ് പിടിച്ചോണ്ട് അത് പോലീസ് പിടിച്ചോട്ടെ, എനിക്കപ്പൊ എങ്ങനെയെങ്കിലും ജീവിക്കാലോ. ഇയാള് കൊള്ളാലോ.